നല്ല സമീപനവും പലപ്പോഴും അടുത്തിടപെടുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ എന്നോട് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തു വന്നിട്ടുണ്ട്. കുടുംബമായി ഈ കുടുംബവുമായിട്ട് എൻ്റെ ബാല്യകാലം മുതലുള്ള ഏറ്റവും അടുത്ത ബന്ധവും പരിചയവും ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒത്തിരി ആത്മാർത്ഥത എന്നോട് കാട്ടുവാൻ വന്നിട്ടുണ്ട്. ഇന്ന് ദുഃഖിതരായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളും പ്രിയപ്പെട്ടവരും നാട്ടുകാരുമൊക്കെ ഒന്നിച്ച് ഒരു യാത്രയപ്പിനായി ഇവിടെ കൂടിയിരിക്കുന്നു. വിശുദ്ധ വചനത്തിൽ എഴുതിയിരിക്കുന്നത് ഇന്ന് മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കാനതാകുന്നു, അവരുടെ പ്രവൃത്തി അവരെ പഠിക്കുക. കഴിഞ്ഞ ദീർഘവർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു. ദൈവിക ബന്ധം നിലനിർത്തിയ ഒരാളാണെന്ന് വ്യക്തിപരമായി ഞങ്ങൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും അത് തിരിച്ച് എന്നോട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ടറിയാം. അങ്ങനെ ക്രിസ്തുവിൽ മരിക്കുന്ന ഒരാൾക്ക് ഒരു നിത്യമായ വിശ്രാമം ലഭിക്കുന്നു. ലോകജീവിതം ഭയങ്കരമായിട്ട് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ടെൻഷൻ, പ്രഷർ ഒക്കെ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ വളരെയധികം വേദനയും ഭാരങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിച്ച് ഇവിടെ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ കാണാനുള്ള അവസരം ലഭിച്ച് ഈ ഭൂമിയിലിരുന്ന പ്രിയച്ചാരികൾ ഇപ്പോൾ നിത്യമായ ഒരു വിശ്രാമം ലഭിച്ചിരിക്കുക. ആ വിശ്രാമത്തിലേക്ക് എത്തുന്നവർക്ക് ഒരു പ്രതിഫലം സ്വർഗത്തിലെ ദൈവം ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ആ പ്രതിഫലം പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് വിശ്വാസമാണ്. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾക്ക് ഈ ശരീരം മാത്രം കാണാൻ കഴിയുന്നുള്ളതിൽ പ്രിയ അജയൻ ചാൻ ഇപ്പോൾ കർത്താവിൻ്റെ മുഖം കണ്ട് സന്തോഷിക്കുമെന്നുള്ള വിശ്വാസവും പ്രത്യാശയും എൻ്റെ ഉള്ളത്തിലുണ്ട്. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരോടും ഈ ശരീരം നമ്മോട് പറയുന്നത് ഞാൻ ഇന്ന് ഈ വഴിയായി കടന്നു പോകുന്നു, നിങ്ങളെല്ലാവരും ഈ വഴിയായി കടന്നു പോകേണ്ടി വരും. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. നാം ജീവിച്ചിരിക്കുമ്പോൾ ദൈവബന്ധം ശക്തമാക്കുകയും ദൈവിക ബന്ധത്തിൽ ദൈവബന്ധം കാക്കുകയും ചെയ്താൽ നമുക്ക് ഒരു പ്രതിഫലം പറ്റുവാൻ കഴിയും എന്നുള്ള സത്യം. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവർക്കും ആഗ്രഹിക്കുന്ന എൻ്റെ വ്യക്തിപരമായും കുടുംബമായുള്ള ദുഃഖവും പ്രത്യാശയും രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർവഹിക്കുന്നു. ഞാൻ വാക്കിൽ പ്രാർത്ഥിച്ചു. സ്നേഹസമ്പൂർണ്ണനും നിങ്ങളുടെ എല്ലാ ദുഃഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വേളയിലും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന സർവകൃപാലുവായ ഞങ്ങളുടെ കർത്താവേ, ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന ഔദ്യോഗികമായ പദവികൾ അലങ്കരിച്ച് ഒരു പിതാവ്, ഒരു ഭർത്താവ്, ഒരു വലിയ പ്രശ്നം അങ്ങനെയുള്ള നിലകളിലെല്ലാം നല്ല നിലവാരം പുലർത്തുവാൻ കർത്താവ് ചെയ്ത് അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന ഈ വാത്സല്യ പിതാവിൻ്റെ ഹൃദയത്തിൻ്റെ സമീപയിരിക്കുന്ന ദുഃഖിതരായിരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിക്കുകയും തുടർന്നുള്ള ശുശ്രൂഷകളിൽ അവിടുത്തെ ദിവ്യ സാന്നിധ്യം നൽകുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്കായി മറ്റു പ്രിയപ്പെട്ടവർക്കാർക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. വാത്സല്യമാമിക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവങ്ങളെല്ലാവരെയും വഹിക്കണമേ, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകുന്നു. ഞാൻ മസ്കറ്റിൽ നിന്ന് എത്തിയതാണ്. സെൻറ് പോൾസ് ഇടവകയിലെ മെമ്പറാണ്. അതുപോലെ അനിലുമായിട്ട് ഈ കുടുംബവുമായിട്ടും ധാരാളം ബന്ധങ്ങളുണ്ട്. ഈ കുടുംബത്തിനെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ പിതാവിനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഈ പിതാവിൻ്റെ നന്മകൾ ധാരാളം ഞങ്ങൾ ആ സമൂഹമായിട്ടും ഇടവകയായിട്ടും അനുഭവിച്ചിട്ടുണ്ട്. ഒരു വൃക്ഷത്തെ കുറിച്ച് അറിയുന്നത് ആ വൃക്ഷത്തിന്റെ ഫലം കൊണ്ടാണ്. ഈ പിതാവ് പുറപ്പെടുവിച്ചതായ ഫലം അധികം മധുരമുള്ളതും മറ്റുള്ളവരെ സഹായിക്കുന്നവരും ക്രിസ്തുവിന് കൂടുതൽ അടുത്ത് ജീവിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നതുമാണ്. ഞങ്ങൾക്കെല്ലാം മാതൃകയായ മക്കളെ ലഭിച്ചു എന്നുള്ളത് ഈ പിതാവിന് എന്നും അഭിമാനിക്കത്തക്കതാണ്. മക്കളെ മാത്രമല്ല, കൊച്ചുമക്കളെയും കിട്ടിയിട്ട് സഭാ ശുശ്രൂഷയിലായാലും ദൈവിക സുവിശേഷം
പ്രചരിപ്പിക്കുന്നതിനായാലും സ്വന്തം ജീവിതത്തിലൂടെ മറ്റുള്ളവരെ അനുഭവിപ്പിക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് ലോകത്തിനും സഭയ്ക്ക് ഏറ്റവും ഹൃദയപൂർവം സ്മരിക്കത്തക്കതാണ്. ആ പിതാവിന്റെ നാമത്തിൽ ഇടവകയ്ക്കും ഞങ്ങൾക്ക് ഏവർക്കുമുള്ളതായ നന്ദി ഞാൻ രേഖപ്പെടുത്തട്ടെ. ദൈവം ഇവിടെ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവം നമുക്ക് എല്ലാവരെയും അനുഗ്രഹിക്കും. യെരൂശലേമൻ ഇമ്പവിടെ എപ്പോൾ ഞാൻ വന്നു ചേരും. ധരണിയിലെ പാടും കേടും എപ്പോളിഞ്ഞൊഴിയും. ധരണിയിലെ പാടും കേടും എപ്പോളിഞ്ഞൊഴിയും. രാവുമന്ധകാരം വെയിൽ ശീതവുമങ്ങില്ലേ. രാവുമന്ധകാരം വെയിൽ ശീതവുമങ്ങില്ലേ. ദീപതുല്യം ശുദ്ധരങ്ങ് ശോഭിച്ചിടുന്നേ. ദീപതുല്യം ശുദ്ധരങ്ങ് ശോഭിച്ചിടുന്നേ.
യെരൂശലേമൻ ഇമ്പവിടെ എന്നു ഞാൻ വന്നു ചേരും. പരമരാജാവിൻ മഹത്വം അരികിൽ കണ്ടിടും. പരമരാജാവിൻ മഹത്വം അരികിൽ കണ്ടിടും. അനിൽ കൃഷി അഖിലിൻ്റെ വികാരിയായിട്ട് കഴിഞ്ഞ 3 വർഷക്കാലം ഞാൻ മസ്കറ്റിലായിരുന്നു. ആ ബന്ധത്തിലാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ആയിരുന്ന സമയത്തും കഴിഞ്ഞ വർഷങ്ങളൊക്കെ അവരെ നിൽക്കുവാനും സമയങ്ങളിൽ പ്രിയപിതാ മനസ്സിലാതെ ഇരിക്കുമ്പോൾ അപ്പച്ചനേക്കാവുന്നതിനായിട്ട് നാട്ടിൽ വരുന്നത് ഓർക്കുന്നുണ്ട്. ആ സമയത്തൊക്കെയും വലിയ പിതാവിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ദിവസം പ്രിയ അഞ്ചാന പിതാവ് കടന്നുപോയി എന്ന് പറഞ്ഞു. പ്രിയ പിതാവ് ഈ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെയും കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി അനുഗ്രഹീതമായിട്ടുള്ളൊരു ജീവിതം നയിച്ചു. മക്കൾക്ക് നല്ല നിലയിൽ ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും കാണുവാൻ ഇടയാക്കി. പ്രത്യേകിച്ച് അഞ്ചാനാമത്തെ കോയർ ലീഡറായും ഇടവകയുടെ വിവിധ ചുമതലകളിലൊക്കെ അനുഗ്രഹീതമായിട്ടുള്ള നേതൃത്വമൊക്കെ നൽകി കുടുംബമായിട്ട് മറ്റ് സഹോദരങ്ങളും ഒരുമിച്ച് ആളുകളുടെയും അനുഗ്രഹീതമായിട്ടുള്ള പങ്കാളിത്തങ്ങളൊക്കെ നിർവഹിക്കുന്നു. പ്രിയ പിതാവ് ദൈവം തനിക്ക് കൊടുത്തിട്ടുള്ള ആയുസ് പൂർത്തിയാക്കി മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുകയെന്ന് ദൈവം അറിയിച്ചു ചെയ്തപ്പോൾ പ്രിയ പിതാവ് ദൈവത്തിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് തൻ്റെ പ്രിയപ്പെട്ടവരുടെ അടുക്കിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്നു. ഈ സമയത്ത് പ്രിയപ്പെട്ടവർക്ക് കൊച്ചുമക്കൾക്കൊക്കെയും വേദനിക്കുന്ന അനുഭവമാണ്. നമ്മളെ സ്നേഹിച്ചവർ വിട്ടുപിരിയുമ്പോൾ. എന്നാൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലും നമുക്ക് ഉറപ്പ് തരുന്നത് മനുഷ്യൻ ചിന്തിക്കുന്ന മനനം ചെയ്യുന്നവനാണല്ലോ മനുഷ്യൻ. അതുകൊണ്ട് ഈ ലോകത്തിൽ അനുഗ്രഹീതരായിട്ട് ജീവിക്കുമ്പോൾ ഈ ലോകം വിടുമ്പോൾ എവിടെയായിരിക്കുമെന്നൊക്കെ മനുഷ്യൻ തീർച്ചയായും ചിന്തിക്കാം. എന്നാൽ മനുഷ്യൻ്റെ ബുദ്ധിക്ക് മാത്രം അതിനൊരു ഉത്തരം കണ്ടെത്തുവാനായിട്ട് സാധ്യമല്ല. ദൈവവിശ്വാസമുള്ളവർ ഇതിനപ്പുറം ഒരു ജീവിതമുണ്ടെന്നും ഇല്ലാത്തവർ ഇവിടെ കൊണ്ടെല്ലാം അവസാനിക്കുന്നുവെന്നും പറയുന്നത് തങ്ങളുടെ ബുദ്ധി ഈ ലോക അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് ഓരോ അഭിപ്രായങ്ങൾ പറയുന്നു.
വചന ശുശ്രൂഷ നിർവഹിക്കുന്നവരായിട്ടുള്ള നമ്മളും ഞാനും നമ്മളെല്ലാവരും ഇതുപോലെയാണ്. അച്ഛനെ ഇന്ററപ്റ്റ് ചെയ്തതിൽ പ്രയാസമുണ്ട്. കർത്താവിൽ വാത്സല്യമുള്ളവരെ, ദീർഘകാലത്തെ സ്നേഹ ആത്മബന്ധം അതിലേറെയുള്ള കടപ്പാട് ഡോക്ടർ സുനിൽ മാത്യുവുമായിട്ടുണ്ട്. അഭിനന്ദനായ ഒസ്താദ്യോസ് തിരുമേനിയുമായി അടുത്ത ബന്ധമുള്ള ഒരു കുടുംബം എന്ന നിലയിൽ ഞങ്ങൾ പരിചയപ്പെട്ടു. തിരുമേനിയുടെ ആരോഗ്യപരമായ ഏത് ആവശ്യത്തിനും കാര്യത്തിനും ഏത് സമയത്തും എപ്പോഴും ഓടി വന്ന് വേണ്ടവണ്ണം ശ്രദ്ധിച്ചു. തിരുമേനിയുടെ കാലശേഷം അതേ കരുതൽ ഞങ്ങളെല്ലാവരോടും അദ്ദേഹവും ആ കുടുംബവും കാട്ടുന്നുണ്ട്. ഭദ്രാസനത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചില ഈ ആരോഗ്യപരമായ സേവന ശുശ്രൂഷയിലും ഡോക്ടറും കുടുംബവും വളരെ ആത്മാർത്ഥമായ പങ്കാളികളാകുന്നു. ഈ പിതാവുമായിട്ടും എനിക്ക് അടുത്ത നല്ല പരിചയമുണ്ട്. പല സന്ദർഭങ്ങളിൽ കാണുവാനും പരിചയപ്പെടുവാനും സ്നേഹ സന്തോഷം പങ്കുവയ്ക്കാനും അവസരമുണ്ടായിട്ടുണ്ട്. ഈ പിതാവിൻ്റെ വേർപാടിൽ ഞങ്ങൾക്കുള്ള